മണം. കാട്ടുപന്നിയാണല്ലേ? അല്ല, മ്ലാവായിരിക്കും. മുയല. മണം കേട്ടപ്പോഴേ മനസ്സിലായി. പാചകം നല്ല തിട്ടമാണല്ലോ. അച്ഛൻ കുക്കായിരുന്നു, ക്യാപ്റ്റൻ കുക്ക്. ചുമ്മാതല്ല, മസാലയ്ക്ക് ഇത്ര മണം. ഇച്ചിരി ചാറ് എന്റെ കയ്യിലോട്ട് ഒഴിച്ചു തന്നേ. എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കി പറയാം. നോക്കണ്ട, എല്ലാം പാകത്തിനുണ്ട്. എന്നാ ഒരു കഷ്ണം ഇറച്ചി തന്നാട്ടെ, എന്തോന്ന് പറയാ. മുയലിറച്ചി മറ്റാർക്കും കൊടുക്കരുന്ന അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഓ, അതിന് അച്ഛനോടിരിക്കുന്നു. ഇറച്ചി തന്നില്ലെങ്കിലും ഒരു കഷ്ണം എല്ലിതായേ. എടി കുഞ്ഞേ, ഈ കൊച്ചനൊരു മുയലിനെ കിട്ടി. അതെങ്ങനെ പാകപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. പറഞ്ഞത് മതി, ഇനി വീട്ടിലേക്ക് പോയിക്കോ. അവളാൻ പടക്കം വെക്കാൻ പോയിരിക്ക. പന്നിയെ കിട്ടുകയാണെങ്കിൽ പങ്കു തരാം. വരട്ടെ. അച്ചായൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്ന് വല്ലതുമൊക്കെ പറയും. അതൊന്നും കാര്യമാക്കരുത്. ഇവിടെ കഞ്ചാവ് കിട്ടുമോ? കിട്ടുമോന്നോ? ഉണ്ണിത്താനത്തെ കൃഷി നടത്തിയല്ലേ? എവിടാ കൃഷി? മലയുടെ മുകളിൽ. പക്ഷേ അങ്ങോട്ടൊന്നും പോയേക്കരുത് കേട്ടോ. അതെന്താ? പോയവരാരും മടങ്ങി വന്നിട്ടില്ല. എല്ലാവരെയും കൊലകൊമ്പം കൊന്നു. വണ്ടി നിർത്താ. ആ വൃദ്ധനെ ഇടിച്ചു വീഴ്ത്തിട്ട് നീ എന്താണ് ലോറി നിർത്താൻ ഓടിച്ചു പോയത്? ഉണ്ണിത്താമോടാടില്ല ലോറിയാ സാറേ. ആരെ കൊന്നിട്ട് പോയാലും ചോദിക്കാൻ ആളുണ്ട്. ഇവിടെ മറ്റുള്ളവർക്കും ജീവിക്കണ്ടേ? ഞാൻ മടങ്ങി വരുന്നിടം വരെ നീ ഈ ലോറി ഇവിടെ കാണണം. അയ്യോ, കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് മുനിയാണ്ടി വൈദ്യരെടുത്ത് കൊണ്ടുപോകണതാ. എനിക്ക് പിടിക്കും. പച്ചമരുന്ന് കാണും. പേടിക്കാനൊന്നുമില്ല. എല്ലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷെ മുറി കൂടും. അത് മതി. പാവപ്പെട്ട ഒരു കുടുംബം നടത്തുന്നവന് എത്രയും വേഗം ഭേദമാക്കി വിടണം. പെരുത്ത് കുടുംബം തണ്ടുമുള്ളവരല്ലേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകരുതോ? മഞ്ജു, അപ്പ അന്ന് വഴക്കിന് വന്ന തോക്കുകാരനാ ഇയാള്. ആരായാലും ആപത്ത് വെച്ച ഒരാളിനെ കൊണ്ടുവന്നതല്ലേ. ഇപ്പോഴാണോ പെണ്ണെ പകരം ചോദിക്കണത്? പക്ഷേ ഗോപി കുറുമ്പനൊന്നുമല്ല, നല്ലവനാ. ഗോപി ഇല്ലായിരുന്നെങ്കിലേ ഇയാള് വഴി കിടന്ന് ചത്തേനെ. അവൾ അറിവില്ലാതെ പറയണതാ. മോളെ, ഒരച്ചു നോക്കിയാലേ പൊന്നിന്റെ മാറ്ററിയൂ. വൈദ്യരെ, ഞാൻ ലോറി തടഞ്ഞിട്ടിട്ടാ വന്നിരിക്കുന്നത്. അത് കൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥൻ വന്നോ നോക്കിട്ട് വരാം. അങ്ങനെ ആട്ടെ. ഇയാളെ ഇന്ന് തന്നെ കൊണ്ടുപോകാമോ ഇതിരെ? ഉടനെ കൊണ്ടുപോകാം. ഉള്ളിലൊരു മരുന്നുകൂടെ കൊടുക്കണം. മോളെ, കുറെ ചതവുപ്പ വിരിഞ്ഞെടുക്ക്. മോളെ, കുറെ ചതവുപ്പ വിരിഞ്ഞെടുക്കാൻ. ശരിയപ്പാ. എവിടെയാണോ ലോറി? അവിടെ നോക്ക്.
നാക്ക് താഴെ ഇറ. ഒരെപ്പാളിയുടെ തല്ലും വാങ്ങിക്കൊണ്ട് ഓടി വന്നിരിക്കുന്നു. നാണമില്ലടാ നിനക്ക് എന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ. നിന്റെ കയ്യിൽ കത്തിയില്ലേ? അതെടുത്ത് കുത്താൻ അറിഞ്ഞുകൂടെ? പിന്നെ എന്തുകൊണ്ടാ ചെയ്തില്ല? നിനക്ക് അവന്റെ വെടിയേറ്റ് ചാകാമായിരുന്നില്ലേ? ഇതിനേക്കാൾ പേര് പറയായിരുന്നതാ. ഓ, പോയിന്റ് മുമ്പിൽ നിന്ന് നിൽക്കവിടെ. ആ ഗോപിയെ കൊന്നിട്ടല്ലാതെ മേലാൽ നീ എന്റെ കൺമുമ്പിൽ വന്ന് പോകരുത്. ഓ, ഏതായാലും ഈ സ്ഥിതിയിൽ പുറത്തു പോകുന്നത് കുട്ടിയല്ല. ഉണ്ണിത്താനങ്ങൊന്നിന്റെ കയ്യിൽ പെട്ടാൽ മോനെ കൊന്നുകളെ. ഞാൻ പേടിച്ചൊളിവി കഴിയുന്നത് ശരിയാണോ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. തൽക്കാലം മുറിവ് കഴിയുന്നവരെ ഇവിടെ താമസിക്ക്. മഞ്ജു, എന്താ മോളെ, ഈ കുഞ്ഞു കുറെ ദിവസം കുടിയിൽ കാണും. നേരത്തിനും കാലത്തിനും നല്ലതുപോലെ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. ശരിയപ്പാ. അപ്പം പോയി തന്റെ കാട്ടുമോയല്ലേ കിട്ടുമോ നോക്കട്ടെ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടോ? ഇത്രയും മുറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വേദന. അപ്പനെ വിളിക്കട്ടോ? വേണ്ട വേണ്ട. മരുന്ന് വരട്ടി തരട്ടെ? വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് തടവി തന്നാ മതി. നമ്മളൊരു പണി കാണിച്ചു തരാം. ഓടിക്കോ, മുമ്പേ പോയനെ തട്ടിട്ട് ആന വരുന്നുണ്ട്. ഓടിക്കോ.
അന്ന് നിങ്ങൾ പുലിയെ പേടിച്ചോടി. ഇന്ന് നിങ്ങൾ എന്തിനാ പോലീസ് അംഗത്തെമാരെ പേടിച്ചോടിയത്? ഞാൻ സാധനങ്ങളും കയറ്റി വന്ന ലോറി പോലീസ് തടഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഓടി. ശരിക്കും കയറ്റിപ്പോന്ന ലോറി തടയാൻ അവർക്ക് എന്താ കാര്യം? അത് നിങ്ങൾ ആരാ? എന്തിനീ കാട്ടിൽ കറങ്ങുന്നു? ഞമ്മടെ പേര് ഖാലിദ്. ഒറ്റ തടിയാ. ഒരു ജോലിക്ക് വേണ്ടി നാട്ടിൽ കറങ്ങിയിട്ട് രക്ഷയില്ലാണ്ട് കാട്ടി കയറുക. ഇത്തിരി കള്ളത്തടി കടത്തിയിട്ടെങ്കിലും ജീവിക്കാവോ നോക്കാൻ. നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലി ഞാൻ ഉണ്ടാക്കി തന്നാലോ? ഞമ്മള് റെഡി. എങ്കിൽ വരും, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം.